രാജ്യത്തെ വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി എന്ന വാർത്ത കൂടിയുണ്ട്. 993 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപ 50 പൈസയായി ഉയർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വില വർധനവ്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇപ്പോൾ മാറ്റമില്ല. PR അരവിന്ദ്, വിപിൻ സി വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം അരവിന്ദിലേക്ക് തരുന്നു. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. അപ്പം ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കൂടും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഈ പറയുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധന. അരവിന്ദ്, കശ്മീർ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് മൂന്നാം തവണയാണ് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയൊരു വർധനവാണ്. 993 എന്ന് പറയുന്നത് ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാകും. ഇനി അവർക്ക് ഹോട്ടലിൽ മെനുവിൽ ഉണ്ടായിരിക്കുന്ന ഭക്ഷണങ്ങളുടെ വില വർദ്ധിക്കാതെ മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നത്. ഇതിന് പിന്നാലെ മാർച്ച് മാസത്തിൽ 100 രൂപ വാണിജ്യ LPGക്ക് കൂട്ടിയിരുന്നു. പിന്നാലെ ഏപ്രിലിൽ 200 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെയ് മാസത്തിൽ 993 എന്ന വില വർധനയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഹോട്ടൽ മേഖലയിലേക്ക് ഉണ്ടായത്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചിട്ട് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിലവിൽ 70% എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. 100% പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം സിലിണ്ടറുകൾ കിട്ടാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വില വർധനവ് അത് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിലെ നിലവിലെ വിലയെന്ന് പറയുന്നത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3071 രൂപ 50 പൈസയാണ്. മുംബൈയിൽ 3024 രൂപയായി ഇപ്പോൾ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഹോട്ടൽ മേഖലയെ അപ്പാടെ തകർക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 993 എന്ന് പറയുന്നത് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഈ 3 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 1200 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ മേഖലയിൽ ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോഴും വാണിജ്യ LPG സിലിണ്ടറിന്റെ വില ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് ഈ തൊഴിലാളി ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, എന്തിനാണോ 7 രൂപ കുറച്ചിരിക്കുന്നത്, 1000 രൂപ റൗണ്ടായിട്ട് കൂട്ടാ. ചേട്ടാ മിണ്ടായി, അല്ലെങ്കിൽ തന്നെ പുതിയ ഐഡിയ കൊടുക്കാതല്ലേ. 7 രൂപയുടെ കുറവല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. അതെ അതെ. അപ്പൊ നമുക്ക് വിപിൻ സി വിജയനിലേക്ക് കൂടി പോകാം. വിപിൻ, അല്ലെങ്കിൽ തന്നെ ഈ പാചകവാതക പ്രതിസന്ധി വലിയ നിലയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടൽ മേഖലയെ, പ്രത്യേകിച്ചും കൊച്ചിയിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന, പഠിക്കുന്ന ഇടം കൂടിയാണ് കൊച്ചി. അപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചത് വലിയ പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കിയിരുന്നു. ഹോസ്റ്റലുകൾ അടച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏകദേശം 1000 രൂപയുടെ വർധനവ് കൂടി വരുന്നത്. ഗുഡ് മോർണിംഗ് ആഷ്മി, അഷിത. ഈ പ്രഭാതത്തിൽ തന്നെ ഇരുട്ടടി, വേറെ ഒന്നും പറയാനില്ല, അത്ര വലിയൊരു ഇരുട്ടടി തന്നെയാണ് ഹോട്ടലുകളെ, ഹോസ്റ്റലുകളെയൊക്കെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കൂരുമേൽ കുരു എന്നൊക്കെ പറയാവുന്ന സ്ഥിതിയിലേക്കാണ്. കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പാചകവാതകം എവിടെയും കിട്ടാനില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ അത് വലിയ തുക കൊടുത്തൊക്കെ വാങ്ങുന്നു, അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പോൾ ഈ ചെറിയ തട്ടുകടയൊന്നും തുറക്കുന്നത് പോലും ഇല്ല പല ഭാഗത്തും കൊച്ചിയിലൊക്കെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ 993 രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2200 ഒരു സിലിണ്ടറിന്റെ ഏറെക്കുറെയുള്ള ഒരു വില. അത് 3000 മുകളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സാധനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഭക്ഷണത്തിനൊക്കെ വില കൂടും. ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടുകയാണെങ്കിൽ പലയിടങ്ങളിലും ഈ ഗ്യാസ് ലഭിക്കാത്തതിനെ തുടർന്ന് 15 രൂപയുടെ ഒരു ഗ്ലാസ് ചായയുടെ വില തന്നെ ആക്കിയിരിക്കുന്നത്. അത് ഇനിയും വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഹോട്ടലിലേക്ക് ആളുകൾ വരുമോ എന്നൊക്കെയുള്ള ആശങ്ക, അല്ലെങ്കിൽ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ എടപ്പള്ളിയിലെ ഒരു ഹോട്ടലിലാണ്. ഇവിടെ ഗ്യാസ് അങ്ങനെ ഇവർക്ക് ഗ്യാസിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ചേട്ടൻ ഇത് പൊറോട്ട ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ വിവരം പറയുന്നത്. ചേട്ടാ, 993 രൂപ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയിട്ടുണ്ട്. ഗ്യാസ് കിട്ടാനുണ്ടോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതുവരെ കിട്ടിക്കൊണ്ടെന്നാണ്. ഇപ്പം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ചിലവ് കൂടുതലാണ്. ഒരു 1000 രൂപയുടെ അടുത്ത് വില വർധനമാണ്. ഇപ്പം എത്രയാണ് ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില? ഇനി ഇത് 3000 മുകളിലേക്ക് പോവുമോ? നമ്മൾ ഇന്നലെ വരെ വാങ്ങിയത് 1200-നാണ്. 2200-ആണ് നമ്മൾ ഇന്നലെ വരെ മേടിച്ചത്. ഇനി എത്ര കൂട്ടി എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്ന് 1-ാം തീയതി ഇന്ന് കൂടുമായിരിക്കും. കൂടി വണ്ടി വരുമ്പോഴേ അറിയുള്ളൂ. പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു 1-ാം തീയതി കൂടുന്നത്. ഇതിപ്പോൾ അടുത്തുണ്ടാവുമെന്ന് കരുതിയിരുന്നോ? കൂടും മുൻകൂ കരുതിയതാണ്. പക്ഷേ ഇത്രയും വില വർധന ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് 960 രൂപ കൂടി എന്നുള്ള കാര്യം. ഇത്രയും വിചാരിച്ചതല്ല. ഭക്ഷണത്തിനൊക്കെ വില കൂട്ടേണ്ടി വരുമോ? ഇപ്പം എങ്ങനെയാണ് കച്ചവടമൊക്കെ? ഇപ്പോൾ കച്ചവടത്തിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കച്ചവടം താഴേക്ക് വരും.
വില കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സാധാരണക്കാരാണ്. നമ്മുടെ ഇവിടെ സാധാരണ കച്ചവടമാണ്. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും ഈ വർക്ക് പണിക്കാരുടെ കച്ചവടമൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ തുച്ഛമായ ശമ്പളമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കും വില കൂടുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് കുറയ്ക്കും. കച്ചവടം കുറവ് തന്നെ ഒന്നും കഴിക്കാൻ അവസ്ഥയായിരിക്കും. ഓരോരുത്തരെല്ലാം തീരുമാനിക്കുന്നത്. എൻ്റെ കയ്യിൽ പൈസ വെച്ചാണല്ലോ ഞാൻ കഴിക്കണം. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് വേണ്ടെന്ന് നോക്കും. ചിലപ്പോൾ 2 നേരം കഴിക്കുന്നത് 1 നേരം ആക്കും. ചിലപ്പോൾ 3 പൊറോട്ട മേടിക്കുന്നത് 2 പൊറോട്ട തീർക്കും. അതുകൊണ്ട് നമുക്ക് നഷ്ടം തന്നെ. ഹാഷ്മി, ഇതാണ് സാഹചര്യം. ഒരു ഹോട്ടൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കല്ലേ ഹോട്ടലിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ വില കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ഇതൊക്കെ മാറുകയാണെങ്കിൽ, ഇതിനൊക്കെ ഒരു അയവ് വരികയാണെങ്കിൽ ഈ തുക കുറയുകയോ എന്നുള്ളത് പോലും ഒരു ഉറപ്പില്ല. കാരണം ഈ കൂട്ടിയതൊന്നും അങ്ങനെ കുറയ്ക്കുന്നത് അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തുക വർധനവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഈ മേഖലകളിലേക്കൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതൊരു നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ തന്നെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ പറഞ്ഞു അഷിത നേരത്തെ സൂചിപ്പിച്ച പോലത്തെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി. അപ്പോൾ അവരൊക്കെ ആശ്രയിക്കുന്നത് ഹോസ്റ്റൽ ഭക്ഷണത്തെ, ഹോട്ടൽ ഭക്ഷണത്തെയൊക്കെയാണ്. അവിടെ പെട്ടെന്നൊരു വില വർധനവ് ഉണ്ടാകുമ്പോൾ അത് എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകൾക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നല്ലൊരു ആശ്വാസമുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞാലും വില കൂടും. അപ്പോൾ വിപിൻ എന്തായാലും ആ ഹോട്ടലിൽ നിന്ന് 2 ചൂട് പൊറോട്ട അടിക്കും. 2 ചൂട് പൊറോട്ട എന്തെങ്കിലും കറിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് പഞ്ചസാര കൂടി പിടിച്ചാൽ ഗംഭീരം. സൂപ്പർ തന്നെ സൂപ്പർ. കഴിച്ചു നോക്കിയിട്ടുണ്ടോ? 2 ചൂട് പൊറോട്ട എടുക്കുക, 1 ഗ്ലാസ് ചൂട് പാലൊഴിക്കുക, കുറച്ച് പഞ്ചസാര ഇടുക, കുഴച്ചടിക്കുക. സൂപ്പർ, വൻ ടേസ്റ്റ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.